പ്ലാൻ ചെയ്തുണ്ടാക്കിയ വീഡിയോ അല്ലേ സിദ്ദിഖിക്കയുടെ പ്ലാനിങ് ഒന്നല്ലേ ഒറിജിനല് പിന്നെ നമ്മളെ മേരിറ്റ് ഹോട്ടൽ എന്നാണ് സംഭവം. പക്ഷെ സിദ്ദിഖിക്കാനാണ് ഈ പെണ്ണിന് വിഷയത്തിൽ ഇതിലൊന്നും നമ്മളൊന്നും പറയണമെന്നില്ല. കാരണം അയാ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. സിദ്ദിഖ നേരിട്ട് ഒരു കാറാണെങ്കിൽ തല്ലു കൊല്ലാൻ നിൽക്കട്ടെ. എന്നെ വെറുതെ വിടണം സിദ്ദിഖ. ഞാൻ ബാബു ചോദിച്ചിരിക്കുന്നു സിദ്ദിഖ. ഞാൻ കേട്ടതും അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇൻസ്പയർ ആയ ഒരു കാര്യമാണ് ഇത്തയുടെ അസുഖത്തിനെ കുറിച്ചാണ്. അതിന് നാട്ടുകാരെന്താ പറയണ അറിയോ? അസുഖം മാറാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ബെളിഞ്ചപ്പാണ് നടക്കണേ, 24 മണിക്കൂർ ബെളിഞ്ചപ്പാണ്. പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുക്കണം, പെണ്ണുങ്ങളെ വിറ്റ് തിരിച്ചാണ് ഓരോ ചെറ്റാള് പറഞ്ഞ വർത്താനാണ്. വലിയ കുട്ടിക്ക് വെറും 10 മാസമുള്ള മൊലോടി ഇട്ടിട്ട് അന്നാണ് അറിയണത് ഇവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നില്ല. ഇവിടെ ഈ തലം കെട്ട് പൊളിച്ച് ഓടെടുത്ത് കാണ്ടാണ് അന്ന് ഓൾ ഓപ്പറേഷൻ ചെയ്തത്. ഇവളൊപ്പം ഓപ്പറേഷൻ ചെയ്ത് 3 ആള് സ്പോട്ടിൽ പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. കാണുന്ന അടുത്തേക്കൊന്നും നല്ല അടുത്തേക്ക് മാത്രമേ കാണുള്ളൂ. കുറച്ചായപ്പോഴത്തേനും മങ്ങി അങ്ങനെയൊക്കെ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു സമാധാനം കുഞ്ഞാനാണല്ലേ. പിന്നെ ഞാനല്ല പിന്നെ സമാധാനം സപ്പോർട്ടും സ്നേഹവും തരുന്ന ഒരു ഹസ്ബൻഡ്. രോഗം ആർക്കാ പെച്ചാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ഞോട് നോക്കണ്ടേ? എടി കുരിപ്പെച്ചിട്ട് പോവോ? നിങ്ങൾക്ക് എന്താ തോന്നിക്കണേ? സത്യസന്ധമായിട്ട് പറയും. ഒന്നായി പോവില്ല. സിനിമാന്റെ കാര്യം പറയുമ്പോ സിനിമാന്മാരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഏത് നടന്മാരെ കണ്ടാലും അങ്ങോട്ട് പോയാണ്ട് മുട്ടിയാണ്ട് ഫോട്ടോ കാര്യങ്ങള് വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ സിദ്ദീഖ് നമ്മളെ ചങ്കാണ്, വീടാണ്, എല്ലാം എല്ലാമാണ്. പ്ലാൻ ചെയ്തുണ്ടാക്കിയ വീഡിയോ അല്ലേ സിദ്ദിഖിക്കയുടെ? അല്ല അല്ല സംഗതി പ്ലാനിങ് ഒന്നുമല്ലത്. നമ്മളന്ന് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ മതി, വീഡിയോ കത്തിക്കേറും. അതല്ല വീഡിയോ പ്ലാനിങ് ഒന്നല്ല ഒറിജിനല്. പിന്നെ നമ്മളെ മേരിറ്റ് ഹോട്ടൽ എന്നാണ് സംഭവം. പിന്നെ വീഡിയോ എടുക്കുന്നത് എറണാകുളത്ത് നമ്മളെ സുഹൃത്തുണ്ട്, ഓനാണ് അജാസാട്ട്, ഓനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ സത്യത്തില് നമ്മള് ഏത് നടന്മാരേത്തോ ആയാലും നമ്മള് വീഡിയോ എടുക്കും, ഫോട്ടോ ഒക്കെ ആർക്കാ വേണ്ടത്. ഒരു വീഡിയോ എടുത്താൽ നമ്മളത് കണ്ടന്റ് ആക്കിയാണ്ട് ഇതാക്കുന്ന ഒരാളാണ്. അങ്ങനെ മമ്മൂട്ടിനെ കണ്ടു, ഇവരെ കണ്ടു, മമ്മൂട്ടിന്റെ ഒരുപാട് നടന്മാരെ കണ്ടു. ഓരൊക്കെ അങ്ങനെ പോയി. കാരണം കജ്ജ് കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം ഈ ഒരു കജ്ജില് ക്യാമറയാണ്. ഇതിൽ താണ്ടല്ലേ നമ്മള് പോണത്. അങ്ങനെ മമ്മൂക്കാന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് മമ്മൂക്ക മെയിൻറ്റ് മമ്മൂക്ക മെയിൻറ്റ് ചെയ്യാതൊക്കെ വേണ്ടത്. മെയിൻറ്റ് ചെയ്താ പോയില്ല മാർക്കറ്റ് വീഡിയോ റീച്ച് ഉണ്ടാവുമോ? മെയിൻറ്റ് ചെയ്യാതെ പോകുമ്പോ ആ കമന്റ് അങ്ങോട്ട് വരും. അങ്ങനെ അന്ന് സിദ്ദീഖായും കണ്ടു. പിന്നെ വേറെ ഒരുപാട് നടന്മാരല്ലേ, നമ്മള് ഒത്തൊന്നും പോയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മളെ ഞാദൃശ്യമൊക്കെ അന്ന് നമ്മളെത്തിക്ക് നേരെ ഇങ്ങോട്ടാ വന്ന്. നമ്മൾ അത്രയും ബന്ധമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നമ്മള് IB സാറും ഞാദൃശ്യം ഞാനുമാണ് ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മള് ഇനാഗ്രേഷൻ ചെയ്തത്. IB സാർ ഇപ്പൊ ആരാണ്? അവിടെ ഒരു MP ആണ്, വലിയൊരു പിന്നെ ആളാണ്. അതേപോലെ ഞാദൃശ്യൊക്കെ ഉണ്ടായിരുന്നു. ഓലപ്പം വരെ നമ്മള് പിന്നെ വേദി പങ്കിട്ടാണല്ലേ. അപ്പൊ അങ്ങനെ സിദ്ദീഖിക്കാരോട് പിന്നെ അവിടെ മറ്റോ ക്യാമറ ഓൺ ആക്കിക്കണം, ഒരു ഫോട്ടോ എടുക്കട്ടെ. സാധാരണ ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളാണ്, ഒരാണോ ആണോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്താ കാരണം ഇങ്ങനെ ഒന്ന് ബാക്കിൽ ഒന്ന് കജ്ജ് വെക്കും. പിന്നെ എത്ര ആള് പിന്നെ ബാക്കിൽ കജ്ജൊക്കെ ഇട്ട് ചിലപ്പോ സ്നേഹം കൊണ്ട ഈറോണ്ടാ മുതപ്പോത്തൊക്കെ 4 അടിയാക്കാരോ 4 അടിയൊക്കെ അടിച്ചാണ്ടൊക്കെ ഇതാക്കും, ഫോട്ടോ എടുക്കുന്നുണ്ടാവും, ഇതാക്കും. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കുക. പിന്നെ നീ തുറന്ന് കൈ എടുക്കുക. പക്ഷെ അന്ന് ഞാനും തട്ടി അന്നത്തെ കണ്ടന്റ് കാരണം സിദ്ദീഖിനെ കണ്ടു. സിദ്ദീഖ് വളരെ മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയെന്നും പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടു. പക്ഷെ അന്ന് തന്നെ ആ വീഡിയോയിൽ നോക്കിയ കമന്റ് ഒക്കെ സിദ്ദീഖ് എന്നോട് കജ്ജെടുക്കാനല്ല കള്ള പന്നി പറഞ്ഞത് വെച്ച് ഒരുപാട് കമന്റ് വന്നിട്ട് ഒറിജിനൽ സൗണ്ട് മുട്ടില്ല. പിന്നെ സിദ്ദീഖ് എന്തായി പിന്നെ ഈ ഒരു വിഷയത്തിൽ പെട്ടപ്പോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ്ട് വിട്ടു, ഈ സൗണ്ടും കൊടുത്താണ്ട് വിട്ടു. പക്ഷെ സിദ്ദീഖിക്കാനാണ് ഈ പെണ്ണ് വിഷയത്തിൽ ഇതിലൊന്നും നമ്മളൊന്നും പറയണമെന്നില്ല. കാരണം അയാ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു പെണ്ണും വേണ്ട, നിങ്ങൾ പേടിപ്പിച്ച് അത് തെളിയിച്ചണം. അപ്പൊ പറയണം ഇതൊരു കൊല്ലം കഴിഞ്ഞാണ്ട് അങ്ങനെ കാട്ടിങ്ങൾ ഇങ്ങനെ കാട്ടിങ്ങൾ പറഞ്ഞാണ്ട് ഇഞ്ച പേരിലൊക്കെ എത്ര പെണ്ണുങ്ങളാ വരും. പോയാലോ തെളിവ് വേണം. തെളിവില്ലാതെ വേളക്കല്ല എവിടെയും പിടിച്ചൂല. തെളിവില്ലാണ്ട് എന്തൊക്കെയോ
വേണ്ടാത്ത കാര്യം പറയല്ലോ. അപ്പൊ അന്ന് അങ്ങനെ വീഡിയോ ഇട്ടു. പക്ഷെ നമ്മള് സിദ്ദീഖ് ഖാനെ പിന്നെ അങ്ങനെ ഇതാക്കാൻ വേണ്ടിയൊന്നുമല്ല, അങ്ങനെ ഒരു രസത്തിന് കണ്ടന്റ് ആക്കി ഇട്ടു. കാരണം ഇന്നും ബഹുമാനിക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നിങ്ങള് പറയാൻ പറ്റില്ല, നിങ്ങൾ ഒരു ഡയലോഗ് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. സംഗതി ഉണ്ടായതന്നെയാണ്. അല്ല അല്ലേ? ഓക്കെ ഓക്കെ. കാരണം ഞമ്മക്ക് ആൾക്കാരുടെ അടിയിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അങ്ങനെ ആ വീഡിയോ എടുത്തു. പക്ഷെ ആ വീഡിയോ ഒരു ദിവസം കൊണ്ട് 5 മില്യൺ 10 മില്യൺ ഫേസ്ബുക്കില്. എന്റെ സിദ്ദിഖിക്ക് വല്ലതും പറഞ്ഞു? കണ്ടിട്ടില്ലല്ലോ, കണ്ടാ ചിലപ്പോ ചൂടാണ് കുറ്റികൾ. ആ തല്ലടിയിലാക്കട്ടെ സിദ്ദീഖിക്കാരോട് പതര പോലെ സിദ്ദീഖ നേരിട്ട് ഒരു കാടാണെങ്കിൽ തല്ലു കൊല്ലാൻ നിൽക്കണ്ട, എന്നെ വെറുതെ വിടണം സിദ്ദീഖ. ഞാൻ ബാബു ചോദിച്ചിരിക്കുന്നു സിദ്ദീഖ, നിങ്ങളെല്ലാ പടവും ഞാൻ കാണുന്നതാണ്, നിങ്ങളെല്ലാ പടത്തിലും ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിദ്ദീഖിന്റെ ഒരു കൽബ് പറഞ്ഞ പടം തകർത്ത് അഭിനയിച്ച പടം. അതേപോലെ മറ്റേ മാർക്കോല് സിദ്ദീഖ് ഉണ്ടല്ലോ, അതൊക്കെ സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്ത് എത്ര വീഡിയോ ഇട്ടിക്കണേ, അതൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ സിദ്ദീഖ. അങ്ങനെ ആലോചിച്ചത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വീടിയിട്ടുള്ള ഒരാളാണ്. സിദ്ദിഖിയുടെ ആ ഒരു വീഡിയോ അത് അങ്ങനെ കഴിഞ്ഞു. അല്ലു അർജുൻ രശ്മിക മന്ദാന എന്താണ്? അത് ഞാൻ എയർപോർട്ടിക്ക് പോയി. എയർപോർട്ട് പോയി കണ്ട്, കാരണം അന്ന് ഹോട്ടലിലൊന്നും ഇപ്പൊ നമ്മള് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ളത്. എയർപോർട്ടിൽ വരുന്ന ഞാൻ ഒരു മണിക്കൂറോടെ നിന്ന് പിന്നെ വേറെ ടീം മുഖാന്തരമാണ് നമ്മൾ അറിഞ്ഞ വരുന്നുണ്ട്. അങ്ങനെ അല്ലു പിന്നെ വണ്ടി പൊടിച്ചു വന്ന് അല്ലുവിനെ കണ്ടത്. അപ്പൊ ഫുള്ള് പട്ടാളക്കാരാണ്. അതിന്റെ അടിയിലാണ് ഒരു കീറിയ തുണി എടുത്തുകൊണ്ട് ഞാൻ മണക്കുത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പട്ടാളക്കാരൊക്കെ തോക്കും പിടിച്ച് നിർത്താൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണുണ്ട്. അതിന്റെ ഇടയിൽ പിന്നെ കുറെ പോലീസുമാർക്ക് നമ്മൾ അറിയണ പോലീസുമാരും ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. അപ്പൊ ചെറിച്ച് വർത്താനം പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ പട്ടാളക്കാർ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് നിൽക്കായിരുന്നു. അപ്പൊ പറഞ്ഞു ബൈനെ വിളിച്ചു, कचरा नहीं करेगा, मेरे को देखना चाहिए आलू का, आलू भाई रश्मि का देखना चाहिए, इसके लिए आया, मैं बहुत बड़ा फैन हूँ. പെരിയൊക്കെ വന്നേക്കന്നെ ഫത്തല് പറഞ്ഞു. ഫത്തല് പറഞ്ഞപ്പോളേ ഇവിടെ വിചാരം ഞാൻ ചീത്തറിയാണ്. ഒരാള് പെരിയൊക്കെ വരുമ്പോ ഞാൻ ഫദ്ദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെരിയൊക്കെ വരൂ, അങ്ങനെയല്ലേ ഇത് അങ്ങനെ. അപ്പൊ അങ്ങനെ ആ പട്ടാളക്കാരുടെ ഇടയിലൊക്കെ പാടെ പോയതാണ്ട് ഒരു വീഡിയോ എടുത്താണ്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ എടുത്താണ്ട് ഞാൻ ഓടുകയും ചെയ്തു വീഡിയോ. അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 1 മില്യനും പോയി. കാരണം 10 മണിക്കൂർ കൊണ്ട് തന്നെ മില്യൻ അടിച്ചു. ഫുള്ള് കമന്റ് പിന്നെ ഇതാണ്, എന്നാലും പട്ടാളക്കാരെ അടിയിൽ കൂടി തുണിയെടുത്ത് പോയല്ലോ എന്നുള്ള ഒരു കമന്റാ വന്ന്. കുഞ്ഞാനക്ക് എവിടേക്ക് പോകാനും ഒരു പേടിയിൽ വെച്ചു. നമ്മളത് എന്തിനാ പോലീസുമാരാണെങ്കിലും ഏത് വാപ്പാനും നമ്മള് പിന്നെ ഈ പണം കൊടുത്തോണ്ടല്ലോ വലുതാണത്. നമ്മള് കച്ചറക്കൊന്നല്ലല്ലോ പോണു, ഒരാളെ കാണാൻ പോകുന്നുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി സാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അൽമാനിക്കല്ലേ പുകൽ പാണ്ടിക്കാട് നിന്നാണ് കുഞ്ഞാനാണ് ഉഷാറാവട്ടെ എന്നാണ് ആ വീഡിയോ ഒക്കെ. അന്ന് ഞാൻ എൻ്റെ FBയിൽ ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. അങ്ങനെ ഒരുപാട് മന്ത്രിമാരൊപ്പം ഒരുപാട് ആൾക്കാരൊപ്പം ഞാൻ ഇന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിട്ടുണ്ട്. ഞമ്മക്ക് എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ മഴ ഈ നാട്ടില് ഇങ്ങോട്ട് അറിയാം എനിക്ക് ഭയങ്കര പിന്നെ ജാടണി. എന്ത് കണ്ടുകൊണ്ടാ ജാടുണ്ടാകണ്ട്? അതിന് ജാടുണ്ടാകാൻ വല്ലതും വേണ്ടേ? ഒരക്കില്ലാത്ത ഞാനൊക്കെ എന്തിനാ ജാടാട്ടില്ല ഇവിടെ? കുറച്ചൊക്കെ ജാട കാണിക്കാറുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാനപ്പൊ ഞാൻ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് മുണ്ടും. ഞാൻ മുണ്ടും. അത് എന്താ പറയാ, എന്തിനാ ഈ മുണ്ടാക്കണത്? ഒരു മനുഷ്യന്മാര് കണ്ടില്ലേ, ഒരു നിമിഷം മതി എല്ലാം പോകാം. എത്ര കായ് കോടീശ്വരനാണെങ്കിലും പോണത് 3 കണ്ട തുണിയോണ്ടല്ലേ. അല്ലാതെ ഓണ്ടാക്കിയ കോടികൾ, ഓണ്ടാക്കിയ പിന്നെ ലംബോർഗിനി, ഓണ്ടാക്കിയ കോടികളെ വാച്ചിട്ട് ഓൻ പോകണ്ടോ കബറിന്റെ ഉള്ളിക്ക്? എവിടേക്കും പോകൂല. 3 കണ്ട തുണി അതിനുള്ളു പോവുക അല്ലേ? ശരിക്കും ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണത്. നമ്മൾ കോടികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കിയത് പാവങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യാൻ നോക്കുക. ആദ്യം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, നമ്മളെ കാര്യം കഴിഞ്ഞാൽ. ഇത് ഇതായി കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, ഒരാൾക്കും 10 പൈസ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരില്ലേ. ഒരു കാറ്റ് വന്ന വയനാട് ഉണ്ടല്ലേ, വയനാട് ഇപ്പം എന്താ ഉറങ്ങണ മനുഷ്യന്മാരാ. നേരം വെളുത്തപ്പോൾ ചളിയിലാണ്. അതിൽ ഞാനവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയി ഇപ്പുറത്ത്. കാരണം
ഇച്ച് പ്രൊമോഷനാണ് അവിടെ നിന്ന് വന്നത്. പക്ഷെ ഞാൻ ഓര് പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടുന്നാണ് മുണ്ടക്കയ്യ ഭാഗത്തുനിന്നാണ് ഒരു പ്രൊമോഷൻ ഉണ്ട്, ഞങ്ങൾക്ക് തേനിൻ്റെ കച്ചവടമാണ്. അപ്പോൾ ആയിക്കോട്ടെ ചെയ്യാറ് പ്രൊമോഷന് പൈസ ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പോയി. ഇവരെ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പൈസയും വേണ്ട ചൊന്നും വേണ്ട. അപ്പോൾ ഈ 4 ചെറുപ്പക്കാർ അയൽവാസികളാണ്. ഇവരെ പെരിയും പോയി, എല്ലാം പോയി, എല്ലാ സംഗതിയും പോയി. ഉമ്മാര് പോയി, മറിച്ചോര് പെണ്ണുങ്ങൾ കുട്ടി എല്ലാം പോയാണ്ട് ഇവര് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളത്. എന്നിട്ട് ഞാനവിടെ പോയി ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു. 10 പൈസ വാങ്ങിയിട്ടില്ല അയറ്റാളെത്തുന്ന. ഇപ്പോഴും ഞാൻ അയറ്റാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തേനിൻ്റെ ബിസിനസ്സാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ലേ, നേരം വെളുത്തപ്പത്തിനാണ് എല്ലാം പോയത്. അതൊക്കെ നിമിഷങ്ങൾ മതി മനുഷ്യന്റെ കാര്യം. എല്ലാ കാര്യത്തും സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് എല്ലാവരോടും മുണ്ടി വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങനെ നടക്കുക. പിന്നെ കുറച്ച് നടന്മാര് കണ്ടു കഴിഞ്ഞാല് എന്താണ് പിന്നെ ഇവരൊരു ജാട കാണണം. ഇവരാരെ വലുതാക്കിയത് നമ്മളെ പോലത്തെ ആൾക്കാരെ വലുതാക്കണം, സാധാരണക്കാരെ വലുതാക്കണത് അല്ലേ? എന്നാ തൊള്ളന്ന് പറയാണെങ്കിൽ അങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ഇവരൊക്കെ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ ഒടുക്കത്തെ ജാട എന്താ ഒരു ലൈറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഓലക്കമ്മലെ ലൈറ്റ് അടി ലേസറൊക്കെ അടിച്ച ഓരാരാ പോലെ വെച്ചാൽ അമ്പാനിക്ക് ഉണ്ടാവില്ല എത്ര വലിയൊരു കാര്യം പിന്നെ കളിപ്പ്. എന്നിട്ട് ഓര് ഇത്തിരി പോന്ന കണ്ണാഞ്ചൂട്ടിയായി കിടക്കണ നടന്മാരാ ഓര് കാട്ടിക്കൂട്ടിന പരാക്രമേ. ഓരോ ഫോട്ടോ എടുക്കാൻ പോയാലും ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി പോയാലും ഓരോ കാട്ടിക്കൂട്ടില് മോനെ ഇവരെ വലുതാക്കിയ നമ്മളിപ്പോ ഈ ചിരിച്ചു കളിച്ച് നടക്കുന്ന എല്ലാ ആൾക്കാരും ഇപ്പം ഉണ്ടാവെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഞാൻ കേട്ടതും അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇൻസ്പയർ ആയ ഒരു കാര്യമാണ് ഇത്തയുടെ അസുഖത്തിനെ കുറിച്ച്. കാരണം എനിക്ക് ഭയങ്കര അത് ഞാൻ വന്നപ്പോഴും അതിനെ കുറിച്ച് ചോദിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ഇത് എങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ട് അതിനെ നോക്കി കാണാൻ പറ്റുന്നു എന്നുള്ളൊരു സാധനം. ഇവിടെ അസുഖം മാറാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സൂപ്പറുകൾ പറയാ. അതായത് ഞാൻ ഫസ്റ്റ് ഒന്നും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നില്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ ഞാൻ ഓക്കെ ആയി. പക്ഷെ ഇപ്പോഴും എനിക്ക് നമ്മളെ ക്യാമറ അല്ലാത്ത ക്യാമറ മുന്നിൽക്കുമ്പോ ഒരു ചമ്മല് ഉണ്ട്. നമ്മളെ ക്യാമറ മുന്നിൽ ഞാൻ ആക്റ്റീവാണ്. അപ്പൊ അന്നത്തെ അത് വെച്ചിട്ട് ക്യാമറ മുന്നിൽ വരാത്ത ആളാണ് പോയി കാട്ടിക്കൂട്ടുന്നത് പറഞ്ഞാണ്ട് കൊറേ കമന്റുകൾ വരില്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. നമ്മൾ മനുഷ്യന്മാരല്ലേ മാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്നെ മാറ്റിയെടുത്തതാണ് കേട്ടോ കുഞ്ഞാന് അങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെ ഇവള് ഒരു കാലത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പേരയിലും ഇങ്ങനെ ഇരിക്കും, എവിടേക്കും ഇറങ്ങൂല. ഇവിടെ ഏത് നേരം തലവേദന, അസുഖം, മറ്റേത് മറിച്ചത്, അത് ഇത് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാക്കും. അപ്പോൾ ഞാനപ്പന്നെ അസുഖമൊക്കെ ഇന്ന് വരും നാളെ പോകും. അങ്ങനെയാണ് ഇവിടെ. അത് റിച്ചുവിനൊന്ന് എത്ര വയസ്സാ? 10 മാസമായിട്ടുള്ളൂ. എന്നുവെച്ചാൽ വലിയ കുട്ടിക്ക് വെറും 10 മാസമുള്ളൂ മുലയോടി കിട്ടിയിട്ട്. അന്നാണ് അറിയണത് ഇവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നില്ല. അങ്ങനെ മുടി കംപ്ലീറ്റ് മൊട്ടടിച്ചല്ലേ, മൊട്ടടിച്ചതാക്കണേ. ഇവിടെ ഈ തലം കെട്ട് പൊളിച്ച് ഓടെടുത്ത് കാണ്ടാണ് അന്ന് ഓൾ ഓപ്പറേഷൻ ചെയ്തത്. ഈ ബാക്ക് സൈഡ് ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല, കുറഞ്ഞ ഇതിനുള്ള ചെയ്യാം. കാരണം അത്രയും ഡേഞ്ചറുള്ള സ്ഥലമാണ് ബാക്ക്. ഇപ്പോഴും വേദന. ഇപ്പൊ നമ്മള് അങ്കമാലിയിൽ ചികിത്സ ഉണ്ട്. ഒരു മാസം നമുക്ക് ഹോസ്പിറ്റലിൽ കൂടി പോകാൻ എത്ര റുപ്യാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പോക്കിന് ഇപ്പൊ നമ്മള് കോഴിക്കോടാണ് ചികിത്സ. ഇപ്പൊ നമ്മള് ചെയ്യുന്നത് മൈത്രിയിലാണ്. നല്ലൊരു ഡോക്ടർ. ഒരു എന്താ പറയാ, ഒരു പോക്കിന് എനിക്ക് തോന്നുന്നത് നോർമൽ പോയി വരണമെങ്കിൽ നമുക്കൊരു 5000 റുപ്യ വേണം. പിന്നെ വണ്ടിക്കെണ്ണ, ഡീസൽ, നമ്മളെ ചെലവ് ഒക്കെ കൂടെ ഒരു നോർമല് ഒന്നുമില്ലാതെ ജസ്റ്റ് ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ഒന്നുമില്ലാതെ ഒരു മരുന്ന് എഴുതി കിട്ടണേന് വരുന്നുണ്ട് ഒരു 5000 രൂപ. ഡോക്ടർ ഫീയും നമ്മളെ വണ്ടി ചെലവും ഒക്കെ കൂടെ ഒരു 5000 രൂപ വരുന്നുണ്ട്. കാരണം നമ്മളെ വണ്ടി ഇപ്പൊ നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള ഇതാണെങ്കിൽ 10 എന്തായാലും ഉണ്ട്. ഇത് നമ്മള് ശരിക്കും ഇപ്പൊ ഒരു മാസത്തിൽ 2 പ്രാവശ്യം നമ്മള് പോണുണ്ട് കോഴിക്കോട്. അപ്പൊ അവിടുത്തതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണത്. ഇപ്പൊ നിങ്ങള് വിളിച്ചപ്പോ നമ്മള് ഇന്ന് പോവാൻ നിങ്ങള് വരുന്നുണ്ടതുകൊണ്ട് നമ്മള് ഉച്ചന്റെ ശേഷമാക്കി 3 മണിക്കാക്കി. റോഷ്നി മാഡം നല്ലൊരു മാഡം. കാരണം ശരിക്കും നോക്കി എല്ലാ കാര്യങ്ങളും പറയണേ നമ്മളെ മൈത്രിക്ക് ഒരു ഡോക്ടറാണത്. ഇപ്പൊ എന്താ അസുഖത്തിന് തലവേദന പൊന്നാര മസ്താനി.
ഇതെന്ന് പറഞ്ഞേ ഇവിടെ തലവേദന പറഞ്ഞാൽ എന്താ അറിയോ, വലിയൊരു മുണ്ടൊക്കെ എടുത്ത് തലങ്ങനെ കെട്ടും. ഈ ജാതി കെട്ടല് ദമ്മില് കെട്ടിങ്ങാണ്ട് കണ്ണൊക്കെ കാണാൻ കണ്ട് തുറപ്പിച്ചുങ്ങാണ്ട് മോറൊക്കെ കണ്ട് ചോന്നുകാണ്ടൊക്കെ ഇരിക്കും. എന്റെ മാമ ഉണ്ട്. മാമ പറഞ്ഞാല് ഇപ്പ രണ്ടാമത് കല്യാണം കഴിച്ചു. അതിന്റെ കൂട്ടം ഞാൻ വേറെ പറയണ്ട കേട്ടോ. അപ്പൊ മാമ പറഞ്ഞ പൊന്നു പോലെ ഇവിടെ ഇപ്പൊ ഉണ്ടാവുമ്പോ അനക്കൊന്ന് കാല് തടവി കൊടുത്തൂടെ ഇതായി കൊടുത്തൂടെ മാമ നല്ലോണം നോക്കും. മാമ എല്ലാരെയും ശരിക്കും നോക്കണ ഒരു പഠിച്ചോ നമുക്ക് തന്നൊരു നിധി തന്നെയാണ് അത്. അതില്ലാത്ത നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാരൊക്കെ പെണ്ണിട്ടി വല്ല രണ്ടാനന്മാര് വന്ന് കഴിഞ്ഞാൽ റബ്ബേ മക്കളെ വേറെ കാണും, മറ്റവരെ വേറെ കാണും. ഇത് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ ഈ അസുഖത്തിനാണെങ്കിൽ ഇത് തലവേദന, ഇത് സത്യം ഇത് തലവേദന വന്നു കഴിഞ്ഞാണ്ടല്ലോ പുടുത്തം മുട്ട ദേശീയ ഭയങ്കര കച്ചറയാണ് ആള്. അപ്പൊ എപ്പോഴാ മനസ്സിലായത്? ആദ്യമായിട്ട് ആ ഒരു സിംറ്റം വന്നപ്പോഴായിരുന്നു? ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 മാസമായപ്പോ തന്നെ തലവേദന ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോ തന്നെ തുടങ്ങിയത്. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തലവേദന കൂടി. പക്ഷെ ഞാൻ അന്നൊക്കെ ഡോക്ടറെ അടുത്ത് പോണുണ്ട്, ഡോക്ടറെ അടുത്ത് എപ്പോഴും പോണുണ്ട്. പക്ഷെ ഡോക്ടർ മരുന്ന് ഇങ്ങനെ എഴുതി തരും, ഒരു കുറവില്ല. പിന്നെ ഞാനായിട്ട് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എന്ത് എനിക്കൊരു എക്സ്റേ എങ്കിലും എടുത്ത് നോക്കണം, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോറിയിൽ എല്ലുമണ്ടി പോവാ. അവിടെ ഡ്രൈവറാണ്. അതിൽ ഡോക്ടറോട് ഞാൻ പറഞ്ഞാണ്ട് ഞാൻ എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡോക്ടറിന്റെ കുറെ കളിയാക്കിയൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് തലവേദന മാറുന്നില്ല. പിന്നെ ഞാൻ തല മിന്നി വീണിട്ടാണ് ഈ സ്റ്റിച്ചൊക്കെ ഇട്ടത്. ഞാൻ വന്നപ്പോ തലക്കെ കെട്ടിങ്ങനെ ഇരിക്കുന്നു. ഞാൻ സുജൂതാണ്. അപ്പൊ തല പൊട്ടിയാണ് ഇവിടെ അങ്ങനെ തല മിങ്ങിട്ട് പൂണിക്കാണത്. പിന്നെ അപ്പോഴും നമ്മൾ ഇവിടുത്തെ ഈ ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ അപ്പോഴും പ്രഷർ എന്തെങ്കിലും കുറഞ്ഞതാവുന്നുള്ളതില് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും തലമിന്നല് മാറുന്നില്ല. പിന്നെ നമ്മൾ അൽഷിബിയിൽ പോയിട്ടാണ് ഇത് അറിയുന്നത്. ഇത് കൊറേ നല്ല സ്റ്റേജൊക്കെ എത്തിയാണ്. അതിന് കൊറേ ആയില്ലേ. വയറ്റിലുണ്ടാവണേ 10 മാസം, പിന്നെ കുട്ടിക്ക് 10 മാസം ആയില്ലേ, ഏകദേശം 1.5 വർഷം കഴിഞ്ഞില്ലേ. എന്നിട്ടല്ല അറിയണത്. അപ്പത്തിനത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. കാണുന്ന അടുത്തേക്കൊന്നും നല്ല അടുത്തേക്ക് മാത്രമേ കാണുള്ളൂ. കുറച്ചായപ്പത്തിന് മങ്ങി അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ അറിയണത്. അറിഞ്ഞ് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ സർജറി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു ക്രിട്ടിക്കലായി. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇനി സർജറിക്ക് തയ്യാറാവാത്തത്. അന്ന് മൊട്ടടിച്ചാണ്ട് നിൽക്കുന്നു. നാളെയാണ് ഓപ്പറേഷൻ. അപ്പോൾ ഇന്നാണ് തലേന്നാണ് മൊട്ടടിച്ച. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താ? മുടി. അത് പോയി കഴിഞ്ഞാൽ അതാവും. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിഞ്ഞ് എവിടേക്കും കൊണ്ടുപോകില്ലല്ലോ പറഞ്ഞു. അന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി. അല്ല പിന്നെ അവിടെ കോഴിക്കോട് ബീച്ചിൽ പോയൊരു സ്പെഷ്യൽ ഉണ്ട്. എന്താ അറിയോ? കല്ലുമ്മക്കായി ഉണ്ട്. പിന്നെ അതേപോലെ ഐസ് ചോറിന്റെയും അതേപോലെ നമ്മളെ ഇതുണ്ടല്ലോ ഗ്രീൻ പീസ്, മുട്ട, ഈ സാധനം ഇട്ടാണ്ട് ഇതാക്കുന്നുണ്ട്. അത് മായി കൊടുത്താണ്ട് പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അതിൽ ഡോക്ടർ അടിച്ച് എവിടെ കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിച്ചൊക്കെ ചങ്ങായി ഇത് മരുന്ന് ഇതൊക്കെ കൊടുത്തു പുറത്ത് കറക്കാൻ പറ്റൂല പറഞ്ഞു. അങ്ങനെ പിറ്റേന്നാണ് ഓപ്പറേഷൻ. ഇവളൊപ്പം ഓപ്പറേഷൻ ചെയ്ത് 3 ആള് സ്പോട്ടിൽ പോയി. അത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറഞ്ഞ ഒരേ വാർഡല്ലേ. ഈ ഒരേ വാർഡിൽ എല്ലാരും ഒരേ രോഗികളിലെ ഒക്കെ ഒരു വാർഡിലാക്കാൻ. അങ്ങനെ ആ ഒരു താത്ത ഉണ്ട്. ആ താത്ത എപ്പോഴും ഞാൻ ഓടുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇജെന്താ ഓളെ ഒട്ടി ഇങ്ങനെ ഇരിക്കണേ കയ്യേറി. അപ്പൊ ഞാൻ പെണ്ണുങ്ങളെ തരാ താത്ത അങ്ങനെ എത്തിരിക്കാൻ പറ്റും. അങ്ങനെ വെച്ചാണ്ട് അതിൽ ആ താത്ത മരിച്ചു. അതിന് ഉദയസുഖന്നു. ബ്രെയിൻ ട്യൂമറിൽ ഒരുപാട് ആൾക്കാർ എത്ര കഴിച്ചായവരുണ്ട്. പക്ഷെ കോർങ്ങട് ചിലത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നുമില്ല. ചിലത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചിലത് ഇങ്ങനെ ചെറിയ കണ്ണ്, ഈ കണ്ണ് ഒരു കണ്ണ് വലുതാവും, ഒരു കണ്ണ് ചെറുതാവും. ചിലത് സംസാരശേഷി ഓപ്പറേഷൻ ചെയ്യണത്, ചിലത് മാനസികമാവും. ആണോ? നമ്മൾ ബ്രെയിനല്ലേ ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂലേ. പിന്നെ ഒരു സർജറി ചെയ്യാനുണ്ട്. ചെയ്യണം. ഡോക്ടർമാർ എനിക്ക് തലവേദന എന്ന് പറയുമ്പോ എന്നോ ഡോക്ടർമാര് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്തുംപാടെ ഓളെ ഓപ്പറേഷൻ ചെയ്തത്. നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളെ പറയാം അങ്ങനെ മരുന്നും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് പറഞ്ഞു ഡോക്ടർ ചെയ്യണ്ട,
ഇപ്പൊ ഇപ്പൊ 16 വർഷമായില്ലേ, 14 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പോഴും ആ സംഭവം അവിടെ അങ്ങനെ നിക്കണുണ്ട്, പക്ഷെ ഒരേ ലെവലിൽ നിക്കാണ്, കൂടിയിട്ടില്ല. അപ്പൊ പെട്ടെന്നൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കോയമ്പത്തൂര് പോയപ്പോ. പക്ഷേ തലവേദന മാറണില്ല. തലവേദന എപ്പോഴും തലവേദനയാ. ഇപ്പൊ ഈ ഒരാഴ്ച ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. അത് ബാലൻസ് പോയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിയോ. ഏറ്റവും വലിയ പിരാന്തിലെ രോഗമാണ് ഈ ബാലൻസ് പോക്ക്. ഛർദിക്കും, ബാലൻസിന്റെ പോക്ക്. അത് ഇങ്ങനെ വന്ന് കടന്നപ്പോൾക്ക് കുനിഞ്ഞിട്ട് എടുക്കാൻ പറ്റൂല, എന്നിട്ട് നിവരുമ്പോ തലാറ. അതെനിക്ക് വേണ്ടിയാണ് ബാലൻസിന്റെ. പക്ഷെ ഭയങ്കര ഇടങ്ങാറ് പിടിച്ച രോഗമാണത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു സമാധാനം കുഞ്ഞാനാണല്ലേ. പിന്നല്ലാതെ ഞാനല്ല, പിന്നെ സമാധാനം സപ്പോർട്ടും സ്നേഹവും തരുന്നൊരു ഹസ്ബൻഡ്. ചെറിയ ഇതുണ്ട്, അസുഖം വന്നു ചില ആൾക്കാർ ഉപേക്ഷിക്കുന്ന കാലാകാലത്തിന് ചുമരിലേറ്റി നടക്കണ്ടേ, ഇത് കല്യാണം പിന്നെ ഇന്നെ പറ്റിച്ച് കെട്ടിച്ചെന്നാണ്, ഇത് രോഗക്കാരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്. ഇത് ഇപ്പൊ ഞമ്മക്കാണ് ഈ രോഗം വന്നിക്കണമെന്നുണ്ടെങ്കിലോ എന്താ കേട്ടോ, രോഗം ആർക്കാ വരിക. പെച്ചാണ് വന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ഞോട് നോക്കണ്ടേ, എടി കുരിപ്പെച്ചിട്ട് പോവോ? നിങ്ങൾക്ക് എന്താ തോന്നിക്കണേ? സത്യസന്ധമായിട്ട് പറയും. പോവില്ല, എനിക്ക് തോന്നല കുറച്ചു നേരം കൊണ്ട് ഞാൻ പറയും പോവില്ല. പക്ഷെ ഇത്രയും വിഷമമുള്ള കുഞ്ഞാപ്പാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ആൾക്കാരെ ഹാപ്പി ആക്കി നടക്കുന്നത്. ആൾക്കാരെ പച്ചടി ഇതൊക്കെ പറയാ കുരിപ്പുകൾ തീറ്റ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കും. അത്രേ ഉള്ളൂ. വരുന്നതും വരാനിരിക്കണതും ഒക്കെ നല്ലത്, നടന്നോണ്ടിരിക്കണതും ഒക്കെ നല്ലതിനാണ്. നമ്മളാരെയും ദ്രോഹിച്ചാനോ ഇതാക്കാനോ നമ്മള് പോണില്ല. പിന്നെ ഇപ്പൊ എന്നോട് ചില ആൾക്കാർ അങ്ങനത്തെ എപ്പോഴും തെറിക്കമെന്റ് അല്ലാതെ തെറിക്കമെന്റ് പറഞ്ഞാൽ നമ്മളെ ആരെയും 10 പൈസ എടുത്തുക്കണോ? നമ്മളുണ്ടാക്കണ നമ്മളെ കുട്ടികൾക്ക്. അതായത് വീഡിയോയില് കാണുമ്പോ കുഞ്ഞാനെ സംസാരം കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് എന്താണ് അത് ദേഷ്യമായിട്ട് തോന്നുകയാണ്. അടുത്തറിയുമ്പോ ആർക്കും അങ്ങനെ ഇല്ല, ദേഷ്യം തോന്നൂല. മസ്താനി വന്നപ്പോ ഞാൻ കാണുമ്പോ അങ്ങനെ ഒരു വരവൊക്കെ വന്നത്. ഞാൻ ഇവരോട് പറഞ്ഞു ഭയങ്കര ഒച്ചയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്തോ ഒച്ചയാണ് മനുഷ്യൻ, അല്ലേ അതിന് പെരിക്കറിയപ്പോ തന്നെ നമ്മള് പിന്നെ ആദ്യം ഒരു കുറച്ചേരം ഇരുന്നാണ്ട് മനസ്സിലായിട്ട് വർത്താനം പറയുമ്പോ ഉള്ളൂ എല്ലാം മനസ്സിലാക്കാം എന്താണ് ഏതാണ് എന്നുള്ളത്. നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോഴുള്ള ഇത് മാറുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാരോടും പോയി സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ 2024 ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞു കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. ഉമ്മയുടെ ഒരു വിയോഗം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫില് അല്ലെ, വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ എല്ലാരും ആദ്യം ചോദിക്കണം ഉമ്മയുടെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അങ്ങനെയായിരിക്കും. ഞാനിപ്പോ വീട്ടിലെത്തുമ്പോ അനിയത്തി ഉണ്ടാവും, ഞാൻ ഉമ്മയുടെ ഉമ്മ ചിലപ്പോ റൂമിൽ കിടന്ന് ഉറങ്ങായിരിക്കും. ഓക്കെ ഡൺ. ആ ഒരു പോയിട്ടില്ലെങ്കിലും സമാധാനാണ് നമുക്ക്. ഞാൻ രാവിലെ ചായ കുടിച്ചാൽ തിണ്ടുമ്പോന്നാണ് ഇഞ്ചമ്മ വന്നാണ്ട് 2 കപ്പ് അപ്പം അതിനൊന്ന് ഉള്ളി തിന്ന് ഒരർച്ചി നിന്നാതെ ഇഞ്ചമ്മ പോകൂല. ചായ അടിച്ചുമ്പോ വന്നാണ്ട് ഓരോ വർത്താനവും കാര്യങ്ങളും പറഞ്ഞ് അതിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉള്ളി തിന്നിട്ട് പോവും. എന്നാലും ഉമ്മ ഞങ്ങള് പോണതൊക്കെ ഇടക്ക് പോരും ചെയ്യും. ഞമ്മളെ ഒരുപാട് വീഡിയോ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഇപ്പൊ പിന്നെ ഇന്നലെ ഉമ്മാന്റെ 1 വർഷമായി അങ്ങനെ. പിന്നെ ഇന്നലെ പോയി കഴിഞ്ഞു. പിന്നെ പറയും ഉമ്മ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഇട്ട് നടക്കാണ്. കാരണം അത് ജനങ്ങളോട് പറയേണ്ടി പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ജോലി പറഞ്ഞാല് ഇതാണ്, ഇതൊരു പ്രൊഫഷണലായിട്ട് ജോലി ആയിട്ടാണ് ഇപ്പൊ ഞാൻ കണക്കൂട്ടിക്കണം. ഇഞ്ചൊരു ജോലി അഞ്ചൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീഡിയോ എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക, അതൊരു ജോലി. അത് ഒന്നുമില്ലാതെ നല്ലല്ല വീഡിയോ എടുക്കണത്. നമ്മള് മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടാണ്ട് പിന്നെ ചില കണ്ടന്റിൽ ഒച്ചയും പുളിയും കാര്യങ്ങളും പ്രാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ഉണ്ടാവൂല. അതൊന്നും നമ്മൾ നോക്കട്ടെ. നമ്മളായിട്ട് അങ്ങനെ വന്നിട്ട് എത്ര വീഡിയോ ചെയ്യാന് 10 ദിവസത്തിലെന്തോ പ്രമോഷൻ ചെയ്തു. 10 ദിവസത്തിലൊന്നല്ല ചെയ്തിക്കണത്. മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിക്കണത്, പ്രമോഷൻസ് ചെയ്യാൻ വേണ്ടി. ഉമ്മ മരിച്ചിട്ട് പിന്നെ അതിലുണ്ടല്ലോ നമ്മളിപ്പോ ഇത് നോക്കി കഴിഞ്ഞാൽ ഡേറ്റ് ഒക്കെ അറിയാലോ. ഉമ്മ മരിച്ചിട്ട് പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം എന്ത് എല്ലാരും ചോദിച്ചു എന്താണ് ഉമ്മക്ക് സംഭവിച്ചത്, കാരണം പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ടാണ് നമ്മള് വീഡിയോ
ചെയ്യണത്. അതിനൊക്കെ എന്താ എത്ര വലിയ തെറ്റെന്താണ്? നമ്മള് ജോലി വെച്ചത് കണക്കൂട്ടുണ്ട്. ഇവളെ വിറ്റ് ജീവിച്ചാണോ? ഇവളെന്താ കണ്ണി കണ്ടവർക്ക് ഇതാക്കേണ്ട ജീവിച്ചത്? ഇവള് ഇഞ്ചപ്പാലാണ് നടക്കണേ. 24 മണിക്കൂർ ഇവള് ഇഞ്ചപ്പാണ്. പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുക്കണം, പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചാണ്. ഓരോ ചെറ്റാൾ പറഞ്ഞ വർത്താനാണത്. എന്ത് പെണ്ണുങ്ങൾ ഇപ്പം ഞാൻ ഈ പിന്നെ ഇതിന് ഞാനും ഇപ്പോൾ മാത്രമേ ഉള്ളൂ വീഡിയോ ചെയ്യണത് അല്ല. നമ്മളെ കേരളത്തിൽ എത്ര പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഡെയിലി വരുന്നത്. അതിനൊക്കെ ഞാൻ ഇത് നിച്ച് മാത്രമുള്ള എല്ലാ കമൻറ്റാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ ഒരുപാട് യൂട്യൂബ് ഈ ഫേസ്ബുക്ക് മാമന്മാർക്ക് സ്വഭാവമുണ്ട്. എല്ലാത്തിനും കയറിയാണ്ട് കമൻറ്റ് ചെയ്താൽ പോകുക അവർക്ക് വല്ലത്. അത് നമ്മളെ അണിച്ചേച്ച് കാട്ടിയ മാതിരി നല്ലൊരു കേസായിട്ട് കൊടുത്തപ്പോ കുറച്ച് ആൾക്കാരെ പൊക്കിയില്ലേ, അങ്ങനെ ഞാനും കൊടുത്തു കേട്ടോ. ഞാനും ഇഷ്ടം 2-3 ആൾക്കാരെ പിടിച്ചിട്ട് പിന്നെന്താ. അതിനൊക്കെ കേരള പോലീസിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അല്ല സത്യം. ഒരുത്തൻ ഗൾഫിൽ നിന്നാണ് കമന്റ് ഇട്ടത്. ഗൾഫിൽ നിന്ന് കമന്റ് ഇട്ട് ഞാൻ ഇവന്റെ പേര് ഇതൊക്കെ ഇതാക്കിയാണ്ട് ഇവന്റെ പേരിൽ കേസ് കൊടുത്തു. ഇവൻ എയർപോർട്ടിൽ പിന്നെ 4 മാസം കഴിഞ്ഞിട്ടല്ലാണ് ഇവൻ എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയേക്ക് എയർപോർട്ടിൽ നിന്ന് അവനെ പൊക്കി. അത് ശരിയാ. ദുബായ് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ധൈര്യം ഉണ്ട്, അവിടെ ഒന്നും ചെയ്യാൻ കഴിയൂലെന്നില്ല. ഇവിടെ വന്ന് പ്രവാസി ചെയ്യുന്നവന് ഓൻ കമന്റ് ഇട്ടു, അല്ലാത്ത കമന്റ് ഇട്ട് ഇവിടെ വന്ന് കോഴിക്കോട് പോലീസുമാരാണ്ട് പോയി ഇച്ച വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ ആളെ പൊക്കിക്കണം കേട്ടോ. പിന്നെ ജാമ്യം കിട്ടും. അല്ല ഓനെ കൊണ്ടുവരാൻ പോണത് ഓന്റെ പെണ്ണുങ്ങളും കുട്ടികളും കുടുംബക്കാരൊക്കെ ഉണ്ടാവും. പോലെ അടിയിൽ നിന്ന് പോലീസുകാർ നേരെ കൊണ്ടുപോകല്ലേ. അത് മതി നമുക്ക്. എന്തിനാ ചോദിക്കണേ? ഓർക്ക് വേണമെങ്കിൽ ഒരു ഇതായിക്കോട്ടെ. എന്നാലും ഇവരെ കൊണ്ടൊന്നും കജ്ജൂല. നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കോണപ്പിച്ചാൻ തിരക്കണില്ല. പ്രൊഫൈലും കൂടി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടല്ലോ എല്ലാരും വായി കൊടുത്ത്. ഇവളെ വിറ്റ് ജീവിച്ചാണ്. ഞാൻ നമ്മളെ പിന്നെ നിങ്ങളെ തന്നെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് നീ പോലെ നമ്മളെ പേര് പറഞ്ഞാണ്ട് ഇതാക്കണ്ടല്ലോ. അപ്പൊ ഇവരെ ഇതിൽ തന്നെ കമന്റുകൾ കാണാം. ഇജ്ജ് എന്റെ പെണ്ണുങ്ങളെ വിറ്റാ ജീവിച്ചത്, മറ്റോൻ അവന്റെ പെണ്ണുങ്ങളെ വിറ്റാ ജീവിച്ചത്. പിന്നെ അതേപോലെ പിന്നെ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് പെണ്ണുങ്ങളെ വെച്ച് ഇറക്കണേ. നമ്മള് ഫേസ്ബുക്കിൽ ഇറങ്ങക്കറിയാം ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ആണ്. ഇവളുള്ള വീഡിയോ വരെ ഇഞ്ച എത്ര മില്യൺ അടിച്ചു. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എത്രയോ മില്യണുകൾ അടിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇഞ്ച ഓരോരോ വിവാദങ്ങളും ഓരോരോ വീഡിയോസും. ഇവർ നല്ല പ്രൊമോഷൻസോ വല്ല കാര്യങ്ങളോ ഉണ്ടാവുമ്പോ എന്താട്ടും ഇവിടെ ഞാൻ ഫേസ്ബുക്കിൽ വലിച്ചിടുന്നുള്ളൂ, അല്ലാതെ വലിച്ചിടലില്ല. ശരിയല്ലേ മോളെ? വലിച്ചിടണ്ട, നിങ്ങൾ വെല്ല കൊണ്ടുവച്ചാ മതി. വലിച്ചിടാ മതി. അത് എന്തൊക്കെ വലിച്ചിടുന്നു അല്ലാത്ത ജാതി.